വെള്ളിയാഴ്ച രാവിലെ വരുമ്പോഴാണ് ഇത് നമ്മൾ കാണുന്നത്. വെള്ളിയാഴ്ച രാവിലെ വന്നപ്പോൾ ഇത് മുറിച്ച് ഇതിനിട്ടേക്കുന്നു. ഇതിനു മുമ്പ് വെച്ചും ഇത് പല സമയത്തും ഇത് നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ആസറ്റ് എടുത്തൊഴിച്ചു. അപ്പോൾ അത് ഇവിടെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. വെള്ളമൊക്കെ ഒഴിച്ചു. അത് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഒഴിച്ചത് റെഡിയാക്കി എടുത്തു. രണ്ടാമത് അതിൻ്റെ വേരും അതിൻ്റെ തൊലിയും എല്ലാം കൂടെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ അത് കാണുമ്പോൾ അറിയാതെ ആ സംഭവം ചെയ്തു. അത് ഞങ്ങൾ രക്ഷപ്പെടുത്തി എടുത്തപ്പോൾ പിന്നെ ഇതൊരു മാർഗ്ഗമില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ അടുക്കി വെച്ചു മൂട് വെച്ച്. ഇത് രാത്രി നടന്ന സംഭവമാണ്. മൂട് വെച്ച് വെട്ടി മാറ്റിയത്. അത് അനേകർക്കൊരു പ്രയോജനമുള്ളൊരു മഴത്താലായിരുന്നു. ഈ ചൂട് സമയത്ത് ആൾക്കാർക്ക് വന്ന് നിൽക്കാനായാലും വണ്ടി കയറാൻ വരുന്നവർക്കായാലും ഈ RB സ്കൂളിലെ പിള്ളേർ വന്ന് വെയിറ്റ് ചെയ്യാനായാലും ഞങ്ങൾ ഓട്ടോക്കാരായാലും കുറച്ച് പേരാണ് വെയിറ്റ് ചെയ്യാനും വണ്ടികളാണ് വെക്കാൻ എല്ലാം കൊണ്ടൊരു സൗകര്യമുള്ളൊരു ആർക്കൊരു ശല്യമുള്ളൊരു ഇതല്ലായിരുന്നു. ആ സമയത്ത് ഇതേപോലെ മുറിച്ച് മാറ്റി കളഞ്ഞത്. രാത്രി 12 മണിക്ക് ശേഷമാണ്. 12 മണിക്ക് ഞങ്ങൾ രാവിലെ മോർണിംഗ് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. എത്ര മണിക്ക് ഇവിടെ വന്നു? ഞങ്ങൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ ഇവിടെ ഞങ്ങൾ 10-50 വണ്ടിയുള്ളൊരു സ്റ്റാൻഡാണ്. അപ്പോൾ രാവിലെ വന്നപ്പോഴാണ് അത് മുറിച്ച് ഇങ്ങനെ മാറ്റിയത്. എന്നിട്ട് ഇത് മുറിച്ച് കൊണ്ടുപോയോ? മുറിച്ചില്ല, മുറിച്ച് അവിടെ തന്നെ ഇട്ടിരുന്നു. ഇപ്പോഴും അത് നോക്കിയാൽ സാറിന് അത് മുറിച്ച് അതേപോലെ ഇത് മുറിക്കാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ പലരും ഇപ്പോഴത്തെ ബോർഡ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു ശല്യമാണോ എന്നുള്ളൊരു ഡൗട്ട് ഞങ്ങൾക്കുണ്ട്. അല്ല പിന്നെ എന്തോ ആർക്കും ഒരു ശല്യമുള്ള കാര്യമല്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബാക്ക് അവിടെ കുറച്ച് പുരാണമുള്ള ആൾക്കാരുണ്ട്. അതിന് ആരാണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ആരാലും ചെയ്തത് ഏറ്റവും അല്ല, ഞാൻ പറയണേ ഇതിന്റെ ഉദ്ദേശം എന്തുവാ? അവർക്ക് ബോർഡ് മറയുന്നുള്ള കാര്യത്തിൽ ഉദ്ദേശം ഇത് പടന്നങ്ങ് മേളിലോട്ട് പോകാൻ താമസിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ കട്ട് ചെയ്ത് വിട്ടു. എന്നാൽ പടന്ന് ഇങ്ങനെ നിൽക്കും, മേളിലോട്ട് പോകത്തില്ലായിരുന്നു. അപ്പോൾ ലൈനൊക്കെ ഉണ്ടായിരുന്നു. ലൈനിന്റെ താഴായിട്ട് വെച്ച് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായിട്ടായിരുന്നു. ഇന്നൊരു ചെടിയാണ് ഒരു ബദാമിന് നല്ലൊരു ഇതായിരുന്നു. അതാണ് നമ്മൾ ഇപ്പോൾ ഈ വിധമൊക്കെ നശിപ്പിച്ച് ഒരു ഇതാക്കി കളഞ്ഞത്. ആർക്കും പ്രയോജനം ആരും ഇത്തിരിയെങ്കിലും അറിവും ബോധവും ഉള്ളവർ ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ അനേക ആൾക്കാരോട് പറഞ്ഞു ഒക്കെ ചെയ്തു. ഉണ്ടായിരുന്നു. ഈ ബദാമിനെ പറ്റിയുള്ള അവര് ഈ ബദാമിന് എന്ത് പറ്റിയതാ? ബദാമിന് എന്തോ പറ്റിയെന്ന് വെച്ചാൽ സാറേ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ഈ 2 മരം ഞാൻ നട്ടതാണ്. ഒരു 10-12 വർഷങ്ങൾ. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറെ ഒരുപാട് മരങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പം നട്ടിട്ട് ഇത് നല്ല രീതിയിൽ ഞങ്ങൾ കുടിക്കാൻ കൊണ്ടുവരുന്ന വെള്ളമൊക്കെ ഒഴിച്ചാണ് ഇത് കിളിപ്പിച്ച് നട്ട് ഈ പരുവാക്കി എടുത്തത്. ഈ വലസൈഡിൽ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് അവർ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കിത് മറവായിട്ട് വന്നതിന്റെ പുറത്ത് ഇവര് തന്നെ ആവണം ഇത് മുറിച്ച് കളയാൻ. വേറെ ആർക്കും ഒരു മുദ്രമില്ലല്ലോ. മറവെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, വലിയ ഒരു പരസ്യ ബോർഡ് വെച്ചിട്ടുണ്ട്. അവർക്ക് മാസം അത് നേരത്തെ ഒരു ബുള്ളറ്റിന്റെ ആയിരുന്നു. അതിപ്പോ മാറ്റി അവരിപ്പോ വേറെ ഇനിയിപ്പോ അവരുടെ റെന്റ് കഴിഞ്ഞെന്ന് തോന്നി, അടുത്ത ആൾക്കാർക്ക് കൊടുത്തെന്ന് തോന്നി. അതിന്റെ മുമ്പിലാണ് ഈ ബോർഡ് ഈ മരം നിന്നത്. അത് ആദ്യം ഇവരെന്ന് പറഞ്ഞാൽ ഇത് വാൾ വെച്ച് മുറിച്ച് പകുതിയാക്കി വെച്ചിരുന്നു. ആസറ്റൊക്കെ ഒഴിച്ച് അത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നതാണ്. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് അത് വീണ്ടും നിലനിർത്തി കൊണ്ടുപോയപ്പോൾ അവര് രാത്രിയിലേക്ക് വന്ന് മിഷ്യൻ മാൾ വെച്ച് കട്ട് ചെയ്ത് മുറിച്ച് കളഞ്ഞു. ഭയങ്കര നമ്മൾക്ക് മനുഷ്യന്റെ ഒരു കഴുത്തിറക്കുന്നതിന് തുല്യമാണ് അത് ചെയ്തത്. കാര്യം സ്കൂൾ പിള്ളേർ കാര്യങ്ങൾ ഞങ്ങളെല്ലാം ഈ വേലി സമയത്ത് അവിടെ നിന്നൊരു തണലിന്റെ ആശ്രയത്തിൽ നല്ല കാറ്റും നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. നശിപ്പിച്ച് കളഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയത്. ഒരുപാട് ബൈക്കുകൾ കൊണ്ട് വെക്കുകയും ഞങ്ങൾക്കെല്ലാം നല്ലൊരു ഇതാണ്. അവിടെ 2 മരം ഉണ്ടായിരുന്നു. സാറ് ആ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ? ഞാൻ കണ്ടില്ല. അവിടുന്ന് പോയി ഒന്ന് നോക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിറക്കുന്നതിന് തുല്യമാണ് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വിഷമമാണ്. തടി കൊണ്ടുപോയില്ല, തടി കൊണ്ടുപോയാ മുറിച്ചിട്ടിട്ട് പോയതാ. കാര്യം ഇനി അത് മേലോട്ട് വളരത്തില്ലല്ലോ. അപ്പൊ ബോർഡ് നല്ല രീതിയിൽ കാണുകയും ചെയ്യാം. ഇത് മോട്ടോർ സൈക്കിളിന്റെ ബോർഡായിരുന്നു. നേരത്തെ മോട്ടോർ സൈക്കിളിന്റെ ആണ്. ഇപ്പൊ അവർ ആ ബോർഡിന് പണ്ട് വേറെ പരസ്യം വെച്ചിട്ടില്ല. എന്തുവായാലും വേറെ ആർക്കും ഇത് ശല്യമല്ല, ഇവർക്ക് തന്നെയാണ് ഇതിന്റെ ശല്യം എന്ന് പറയുന്നത്. ശല്യമല്ല അല്ല, വേറെ ആർക്കും ഇതിനകത്തൊരു ശല്യമില്ല. പക്ഷെ ഞങ്ങളിതൊരു കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി സമൂഹത്തിലുള്ള ജനങ്ങളും ഓട്ടോറിക്ഷക്കാരും രാഷ്ട്രീയ സമൂഹം മൊത്തത്തിൽ നമ്മുടെ ബ്ലോക്ക് മെമ്പറല്ല ബ്ലോക്ക് പ്രസിഡന്റ് വല്ലതും ചെയ്തോ? എല്ലാവരും ഇവിടെ വന്നു കണ്ടു കേട്ടു പോയി, അത്രേ ഉള്ളൂ. അല്ല ഇതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ഇതിന്റെ നടപടികൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു കാര്യം ഇതിനെപ്പറ്റി ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇവിടെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭയങ്കര ഒരു മോശമായ ഒരു പ്രവണതയാണ്.
കാര്യം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, അതിന്റെ പുറകെ നടക്കാനൊന്നും ഇപ്പൊ ആൾക്കാർക്ക്. ഇതൊരു മരം മുറിച്ചതിന്റെ പേർക്ക് ഇപ്പൊ ആരാണ് എന്താണ് വരുന്നത്? അതേ അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ സാർ കണ്ട് നോക്കണം, അത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ. ഞങ്ങള് ഇപ്പൊ പെരുവെയിലത്ത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ്. ഇവിടുന്ന് അവിടം വരെ മരങ്ങളാണ്, നല്ല തണലാണ് ഇവിടെ. ഓട്ടോ പാർക്ക് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ്, നല്ല തണല്. ഒരുപാട് സ്കൂൾ പിള്ളേര്, ബസ് കാത്തിരിക്കുന്നവർക്ക് എല്ലാം നല്ല തണലാണ് ഇവിടെ. ഒരു തണൽ സ്ഥലമാണ് ഇവിടെ. അതെ, നല്ല വിശ്രമമുള്ള ഒരു സ്ഥലമാണ് അത്.